എന്ന നിലപാടാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. ശ്രീ റെജിൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇവർ തമ്മിലുള്ള തർക്കത്തിൽ. പക്ഷെ ഇവിടെ ഈ പറയുന്ന ചീഫ് സെക്രട്ടറിയുടെ മുകളിൽ ഈ പാപഭാരം വെച്ചുകൊണ്ട് കൈ കഴുകാൻ പറ്റില്ല കേട്ടോ. അതാണ് ന്യായമെങ്കിൽ അതൊരു ന്യായമേ അല്ല. ഇല്ല ശ്രീ മഞ്ജുഷ്, ഇതിനകത്ത് ചീഫ് സെക്രട്ടറിയുടെ മുകളിൽ വെക്കുന്നത് അല്ല ഇതിന്റെ പ്രധാന പ്രശ്നം. നിങ്ങൾ തന്നെ ശ്രീജിത് പണിക്കരും ഇതിനു മുമ്പ് സംസാരിച്ച ആളും ഒഴുക്കമട്ടിൽ പറഞ്ഞു പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയുണ്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റിന്റെ സാംസ്കാരിക മന്ത്രാലയം 2026 സാംസ്കാരിക മന്ത്രാലയം എന്ന് ഞാൻ അടിവരേറ്റ് പറയാം 2026 ജൂൺ 14 അയച്ച കത്ത് പ്രകാരമാണല്ലോ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹർ ഘർ തിരങ്കയും അതുപോലെ തന്നെ ഈ പറയുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് അത് 2022 ആരംഭിച്ചതാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആഗസ്റ്റ് 9 തൊട്ട് 17 വരെ നടക്കുന്ന പരിപാടികളിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പറയുന്ന രീതിയിലേക്ക് താഴെത്തട്ടിലേക്ക് കത്ത് കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. താങ്കൾ കോട്ട് ചെയ്തിരിക്കുന്ന ആ കത്ത് 2022 ഇപ്പൊ ഈ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 2020. നോക്കൂ, അതിന്റെ ഫയൽ നമ്പർ നോക്കിയാൽ അറിയാം. 2022 അല്ല, ഒരു സെക്കൻഡ്. അതിലെ പ്രാധാന്യം ഈ 2022 വന്ദേ മാതരം കോണ്ടെക്സ്റ്റിലേ ഇല്ല. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വന്ദേ മാതരം പാടണം എന്ന് പറയുന്ന സാധനം ഇതില് ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അല്ല സാർ, ജൂലൈ 14 2026 കത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് അതാണ് ഞാൻ പറഞ്ഞത്. അതിന് നോക്കൂ, നമ്പർ 42-22-119/2022 AKAM പാർട്ട് 2. ആ പറയുന്നത് 2022 സർക്കുലർ ആണ്. അതിൽ വന്ദേ മാതരത്തിനെ പറ്റി മെൻഷൻ ഇല്ല. അല്ല, അത് ആസാദി കാ അമൃത് മഹോത്സവം അല്ലേ? ആ സമയത്ത് ആസാദി കാ അമൃത് മഹോത്സവത്തിലും അതില്ല. അതിനുശേഷമാണ് ഇത് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് സാർ തെറ്റിയതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കത്താണ് പറഞ്ഞിരിക്കുന്നത്. അത് 2026 ജൂലൈ 14 ഈ കത്ത് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് താഴെ. അല്ലല്ല, നോക്കൂ, 2026 ആ കത്ത് 2022 സർക്കുലർ ആണ് പറയുന്നത് രജൻ. അതായത് നോക്കൂ, അത് നോക്കൂ, 2026 ജൂലൈ 14 കത്തിൽ 2022 സർക്കുലർ പറയുന്നു. അതിൽ വന്ദേ മാതരം ഇല്ലെന്നേ. അതിൽ വന്ദേ മാതരം ഇല്ല. അല്ലേ, ഇപ്പം ചീഫ് സെക്രട്ടറി ഈ സാംസ്കാരിക മന്ത്രാലയം 2026 ജൂലൈ 14 അയച്ച കത്ത് പ്രകാരമാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ വന്ദേ മാതരം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ആ സർക്കുലർ ഞങ്ങൾക്ക് 14 ജൂലൈ 2026 അയച്ചു തന്നു എന്നാണ് അതിൽ പറയുന്നത്. ആ സർക്കുലർ എന്റെ കൈവശമുണ്ട്. അത് ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷമിക്കണം, ഹർ ഘർ തിരങ്കയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ വന്ദേ മാതരം ഇല്ല. പിന്നെ വേറെ എവിടെ നിന്നാണ് ഈ വന്ദേ മാതരം വന്നതെന്നുള്ളത് പറയണം. അങ്ങനെയല്ല, ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ കാര്യമാണ്. അത് മാത്രം വന്ദേ മാതരം ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷം ഇതുമായിട്ട് ചേർക്കുവാൻ, ഈ രണ്ട് പരിപാടികളുമായിട്ട് ചേർക്കുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. അത് പ്രകാരമാണ്. മഞ്ജുഷ പറഞ്ഞാണ് ശരി. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി സർക്കാരുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പറയുന്ന ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നുള്ളതിന്റെ പൂർണ്ണമായ രീതിയിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതിനകത്ത് എങ്ങും പറഞ്ഞിട്ടില്ല വന്ദേ മാതരം ഈ പറയുന്ന 2 ചാൻസിൽ കൂടുതൽ പാടണം എന്ന് ഇതുവരെയും സർക്കാർ. അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ട് കേട്ടോ ശ്രീത്ത്. അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പൊതുഭരണ വകുപ്പിന്റെ. അതിൽ ഈ വന്ദേ മാതരത്തിനെ പറ്റി പറഞ്ഞിട്ടുമില്ല. അതിലില്ല. പക്ഷെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഡയറക്ട്ലി കൊടുത്തിരിക്കുന്നതിൽ അതുകൊണ്ട് തന്നെ. അല്ലല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിട്ടുണ്ട് സാർ. ചീഫ് സെക്രട്ടറി പറയുന്നതിൽ കാര്യമില്ലേ? ചീഫ് സെക്രട്ടറി പോലൊക്കെ എഴുതി അങ്ങ് വിടും. അത് ഇഗ്നോർ ചെയ്യാവുന്നതാണോ? ചീഫ് സെക്രട്ടറിക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല. ചീഫ് സെക്രട്ടറി എന്ത് വേണേ എഴുതി വിടും. അത് നമുക്ക് പ്രശ്നമല്ല. ചീഫ് സെക്രട്ടറി ആരാണ്? സംസ്ഥാനത്തെ ബിസിനസ് നടത്തുന്നതിന്റെ 1ാം നമ്പർ ആളാണ് ചീഫ് സെക്രട്ടറി. അതേ ഒരു പോസ്റ്റ് ഓഫീസ് അല്ല. ഈ പറയുന്ന അമൃത ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സർക്കുലർ കത്തിന്റെ ഭാഗമായി ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ്. എൻ ഷംസുദ്ദീൻ പറയുന്നത് രാജ്ഭവന്റെ നിർദ്ദേശമാണെന്നാണ്. ചീഫ് സെക്രട്ടറി ഈ ഡിഒയിൽ ഒരിടത്തും രാജ്ഭവന്റെ നിർദ്ദേശമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അല്ല, രാജ്ഭവന്റെ നിർദ്ദേശം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആഗസ്റ്റ് 9 തൊട്ട് 17 വരെ നടക്കുന്ന ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന കത്തിന്റെ ഭാഗമായിട്ടാണ് ചീഫ് സെക്രട്ടറി താഴെത്തട്ടിലേക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് അയക്കുന്നത്. അതൊരിക്കലും സർക്കാരിന്റെ ഉത്തരവായി വ്യാഖ്യാനിക്കുന്നത് തന്നെയാണ് ശരികേട്. അത് സർക്കാരിന്റെ ഉത്തരവ് അല്ല. ഇത് പിന്നെ ആരുടെയാണ്?
കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഒരു കത്ത് അയച്ചാൽ അത് നമ്മൾ ആരുടെ നിർദ്ദേശമായിട്ട് കണക്കാക്കണം? കേന്ദ്ര സർക്കാർ ഒരു കത്തയക്കുകയാണ് ചീഫ് സെക്രട്ടറി. അത് എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ കത്ത് പോയിട്ടുണ്ട്. അതെ അതെ അത് ആരുടേതായിട്ട് പരിഗണിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചീഫ് സെക്രട്ടറി തദ്ദേശ ഭരണ സെക്രട്ടറിക്ക് ഒരു കത്ത് അയച്ചാൽ ആ കത്ത് ആരുടേതായിട്ട് നമ്മൾ പരിഗണിക്കണം? അല്ലാതെ ആരുടേതാ പിന്നെ? അല്ലാതെ പിന്നെ ആരുടെയാ? അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യമാണോ? അബ്ദുസമദ് എന്താണ് താങ്കൾ പറയുന്നത്? റജിന്റെ ന്യായം ഇതാണ്. ഇതിനപ്പുറം ഒരു ന്യായം എന്തായാലും കോൺഗ്രസിൽ നിന്ന് കിട്ടുകയില്ല. പ്രതിരോധത്തിലാണ് താല്പര്യമാണോ അത്? ശരി, സ്വന്തം താല്പര്യം, സ്വന്തം കമ്മ്യൂണിക്കേഷൻ ആണോ അത്? ഈ കമ്മ്യൂണിക്കേഷൻ പോയിരിക്കുന്നത് കേരളത്തിന്റെ ആന ചിഹ്നത്തിലാണല്ലോ. പിന്നല്ലോ, ഇത് സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷനാണ്. സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷനാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് താഴെ തട്ടിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. കേരള സർക്കാർ തിരുവനന്തപുരം 1 സംസ്ഥാന സർക്കാർ അല്ല, ഇത് ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചതാണ്. അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അതേപടി ഫോർവേഡ് ചെയ്തതല്ല. സുഹൃത്തെ രജിൻ, ഇത് കേന്ദ്ര സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷൻ ഫോർവേഡ് ചെയ്യുകയല്ല. ഇത് പ്രത്യേകമായിട്ട് കുടുംബശ്രീ എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ്. സമയമുണ്ടല്ലോ, സംസാരിക്കാമല്ലോ. ഞാൻ സംസാരിക്കാനില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. താങ്കൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സംസാരിക്കാമല്ലോ. അല്ല, താങ്കൾ പറയുന്നത് ഇതേ ഉള്ളൂ, ചീഫ് സെക്രട്ടറി കൊടുത്ത ഒരു നിർദ്ദേശമാണ്, അതിൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ല. ഇതാണല്ലോ റജിൻ താങ്കൾ പറയുന്നത്. അല്ല, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അത് ശരികേടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഉത്തരവാണെന്നല്ലോ, ഡിഒ ആണല്ലോ. ഡിഒ എന്നുള്ളത് വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ട് അല്ലല്ല, ഒരു ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഈസ് നോട്ട് ഓൾവേസ് എ ഗവൺമെന്റ് ഓർഡർ. ഉത്തരവ് വന്നിട്ടില്ല. സർക്കാർ ബിസിനസ് ആണ്. എന്താണ് സാർ ശ്രീ രജിൻ, റൂൾസ് ഓഫ് ബിസിനസ് എന്താണെന്ന് താങ്കൾ ഒന്ന് മനസ്സിലാക്കണം. റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓർഡർ വഴി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. ചീഫ് സെക്രട്ടറി ഒരു ഡിപ്പാർട്ട്മെന്റിന് നിർദ്ദേശം കൊടുക്കുന്നത് ഗവൺമെന്റ് ഓർഡർ വഴി അല്ല രജിൻ. അങ്ങനെ പറയരുതേ. ശ്രീജിത്ത് പണിക്കർ മനസ്സിലാക്കൂ. താങ്കൾ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ താങ്കൾ മനസ്സിലാക്കൂ. ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ കാര്യങ്ങൾ അറിയാതാണ് സംസാരിക്കുന്നത്. എന്ത് കാര്യങ്ങൾ അറിയാതെ? എന്ത് കാര്യം? നിങ്ങൾ പറഞ്ഞത് എന്താണ് ശ്രീ രജിൻ? നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പറഞ്ഞത് ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓർഡർ വഴി അയക്കണമെന്നാണ് പറയുന്നത്. ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലാന്ന്. ഗവൺമെന്റ് ഓർഡർ വേണ്ടെന്നേ. ചീഫ് സെക്രട്ടറി ഒരു വകുപ്പിന് നിർദ്ദേശം അയക്കുന്നത് ഗവൺമെന്റ് ഓർഡർ വഴി അല്ല സുഹൃത്തെ. കോൺഗ്രസിന് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട ആഗസ്റ്റ് 15-ാം തീയതി പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീ പണിക്കർ, താങ്കൾക്ക് ഞാൻ അയച്ചു തരാം. അല്ല, അതൊക്കെ എന്തെങ്കിലും അതൊക്കെ എന്റെ ഉണ്ട്. അതെങ്കിലും നിങ്ങളുടേതാണെന്ന് പറഞ്ഞല്ലോ, സന്തോഷം. അതെങ്കിലും നിങ്ങളുടേതാണെന്ന് സമ്മതിച്ചല്ലോ. അല്ല, അതെങ്കിലും നിങ്ങളുടേതാണെന്ന് സമ്മതിച്ചാൽ എനിക്ക് സന്തോഷം. വിശ്വനാഥ് സിൻഹ എനിക്ക് അറിയത്തില്ല, വിശ്വനാഥ് സിൻഹ എന്നുള്ള പേര് പോലും ഞാൻ കേട്ടിട്ടില്ല എന്നുവരെ താങ്കൾ പറയുമോന്ന് എനിക്ക് തോന്നി. എന്നുവരെ എനിക്ക് രജിൻ, പ്രിയപ്പെട്ട രജിൻ, താങ്കളുടെ സർക്കാരിന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് നടക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രവൃത്തികൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് താങ്കൾ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ചീഫ് സെക്രട്ടറിയെ കേന്ദ്ര സർക്കാരാണ് വെച്ചിരിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ, അത്രമാത്രം. ശരി, ഇനി അതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കട്ടെ ഒരു സെക്കൻഡ്. മഞ്ജുഷ, എന്റെ ഒരു ന്യായമായ സംശയം, അത് ചോദിക്കാൻ എന്നെ അനുവദിക്കണം. മഞ്ജുഷ, വളരെ ന്യായമായിട്ടുള്ള ഒരു സംശയം. റജിൻ പറഞ്ഞത് നമ്മളെല്ലാരും കേട്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഒരു സർക്കാരിൽ ചീഫ് സെക്രട്ടറി ഒരു വകുപ്പിന് നിർദ്ദേശം അയക്കുന്നത് ഗവൺമെന്റ് ഓർഡർ വഴിയാണോ? എന്റെ ചോദ്യമാണ്. ഒരു സർക്കാരിൽ ചീഫ് സെക്രട്ടറി ഒരു വകുപ്പിന് നിർദ്ദേശം അയക്കുന്നത് ഗവൺമെന്റ് ഓർഡർ വഴി ആയിരിക്കണം എന്നാണ് ശ്രീ രജിൻ പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെയല്ല സുഹൃത്തെ. ഇവിടെ റൂൾസ് ഓഫ് ബിസിനസ് നടത്തുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായ ചട്ടങ്ങളുണ്ട്. ചീഫ് സെക്രട്ടറി ഒരു വകുപ്പിന് നിർദ്ദേശം കൈമാറുന്നതിന് ഇത്തരത്തിലുള്ള ഡിഒ മതിയാകും. അത് സർക്കാരിന്റെ തീരുമാനമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വിശ്വനാഥ് സിൻഹ, ഒരു സെക്കൻഡ്, ഇനി പറയല്ലേ, ഇനി വേണ്ടല്ലോ, ഞാൻ പറയട്ടെ. വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി കേരള സർക്കാർ തിരുവനന്തപുരം 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഒ അയച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇതാണ് സർക്കാർ നിങ്ങളോട് പറയുന്നത്. അല്ല, വിശ്വനാഥ് സിൻഹയുടെ താല്പര്യത്തിൽ ഇത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യൂ എന്ന് പറയുന്നത് എന്താ വെള്ളരിക്കപ്പെട്ടു? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.